Hi my dear friends, welcome to Varma's Vijay. ഇന്ന് നമുക്ക് കോവക്കായ വെച്ചിട്ട് നല്ലൊരു അടിപൊളി മസാല പൊടി പെരുട്ട് ഉണ്ടാക്കാം. നിങ്ങളുടെ വീട്ടിലെ കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരുപോലെ ഇഷ്ടപ്പെടുന്ന ഒരു റെസിപ്പി ആയിരിക്കും ഇത്. ലഞ്ച് ബോക്സിലൊക്കെ കൊടുത്തുവിടാൻ പറ്റുന്ന ഒരു അടാർ ഐറ്റം. ഇതുണ്ടെങ്കിൽ പിന്നെ ചോറുണ്ണാൻ വേറെ കറികളുടെ ആവശ്യമൊന്നുമില്ല. അത്രയ്ക്ക് ടേസ്റ്റാണ് ഇതിന്. ഈ ഒരു മസാല ഫ്രൈയുടെ ഹൈലൈറ്റ് തന്നെ നമ്മൾ ഇതിലേക്ക് പൊടിച്ച് ചേർക്കുന്ന മസാലക്കൂട്ടാണ്. എന്നാൽ പിന്നെ നമുക്ക് ഈ മസാല ഫ്രൈ എങ്ങനെ ഉണ്ടാക്കണമെന്നൊന്ന് കണ്ടിട്ട് വരാം. ഞാനിവിടെ 1/2 കിലോ നല്ല ഫ്രഷ് കോവക്കായാണ് എടുത്താക്കുന്നത്. ഇങ്ങനത്തെ ഒരു മസാല ഫ്രൈ ഉണ്ടാക്കാനായിട്ട് എപ്പോഴും ഇളം കോവക്കായാണ് കൂടുതൽ നല്ലത്. ഇതിപ്പോൾ ഞാനിവിടെ കോവക്കായ ഒന്ന് കട്ട് ചെയ്തിട്ടുണ്ട്. നീളത്തിലാണ് മുറിച്ചാക്കണത്. ഒരു കോവക്കായ 4 പീസാക്കിയിട്ടാണ് മുറിച്ചാക്കണത്. ഇനി നമുക്ക് ഈ കോവക്കായയ്ക്ക് 1 സ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് ഈ ഉപ്പ് കോവക്കായയിലൊന്ന് തിരുമ്മി പിടിപ്പിക്കാം. അതിനുശേഷം നമുക്ക് ഒരു 1/2 മണിക്കൂർ ഇതൊന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കാം. അപ്പോഴേക്കും കോവക്കായിൽ നിന്ന് വെള്ളമൊക്കെ ഇറങ്ങി വന്നിട്ടുണ്ടാവും. ഇനി നമ്മൾ ഈ വെള്ളം ഒന്ന് പിഴിഞ്ഞളഞ്ഞതിന് ശേഷമാണ് മസാല ഫ്രൈ ഉണ്ടാക്കുന്നത്. ഇങ്ങനെ കോവക്കായത്തെ വെള്ളം പിഴിഞ്ഞളഞ്ഞതിന് ശേഷം മസാല ഫ്രൈ ഉണ്ടാക്കുമ്പോൾ കോവക്കായ കുഴഞ്ഞു പോവില്ല. അതുപോലെ തന്നെ അത് പെട്ടെന്ന് ഫ്രൈ ആയിക്കോളും. ഇനി നമുക്ക് ഈ കോവക്കായയ്ക്ക് വേണ്ടിയിട്ട് ഒരു മസാലക്കൂട്ട് റെഡിയാക്കാം. അപ്പോൾ എന്തൊക്കെ ഇൻഗ്രീഡിയൻസ് ആണ് ഈ ഒരു മസാലക്കൂട്ട് ഉണ്ടാക്കാനായിട്ട് ആവശ്യമുള്ളത് എന്നുള്ളത് നമുക്കൊന്ന് കണ്ടു നോക്കാം. നാളികേരം 2 ടേബിൾ സ്പൂൺ, കടലപ്പരിപ്പ് 1 ടേബിൾ സ്പൂൺ, ഉഴുന്നുപരിപ്പ് 1 ടേബിൾ സ്പൂൺ, മുഴുവൻ മല്ലി 1 ടേബിൾ സ്പൂൺ, പെരിഞ്ജീരകം 1 സ്പൂൺ, കരിവേപ്പില 2 തണ്ട്, പിരിയമുളക് 7 എണ്ണം, പിന്നെ 1 സ്പൂൺ കുരുമുളകും. ഒരു ചട്ടിയിൽ 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് നമുക്കിനി ഈ ഇൻഗ്രീഡിയൻസ് എല്ലാം കൂടി ഒന്ന് വറുത്തെടുക്കണം. അപ്പോൾ എല്ലാം സെപ്പറേറ്റ് വറക്കണമെന്നൊന്നുമില്ല, ആകെ ഇത്രയല്ലേ ഉള്ളൂ. അപ്പോൾ നമുക്കിതെല്ലാം കൂടി ഒരുമിച്ച് വറുത്തെടുക്കാം. കടലപ്പരിപ്പ്, ഉഴുന്നുപരിപ്പ്, മുഴുവൻ മല്ലി, പിരിയൻ മുളക്, നാളികേരം, പെരിഞ്ജീരകം, കറിവേപ്പില. ഇനി നമുക്ക് ഇതിൽ നാളികേരത്തിന്റെ നിറം ഒരു പുളിയുറുമ്പിന്റെ നിറം ആവണ വരെ ഈ മസാല ഒന്ന് റോസ്റ്റ് ചെയ്തിട്ട് എടുക്കാം. അപ്പോൾ നാളികേരത്തിന്റെ നിറം പുളിയുറുമ്പിന്റെ നിറം ആവണതാണ് ഇതിന്റെ പാകം. അപ്പോഴേക്കും മറ്റുള്ള ഇൻഗ്രീഡിയൻസ് എല്ലാതും മൂത്തിട്ടുണ്ടാവും. ഞാൻ ഈ മസാല ഫ്രൈ ചെയ്ത സമയത്ത് കുരുമുളക് ചേർക്കാനായിട്ട് വിട്ടുപോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് കുരുമുളക് ഒന്ന് ചൂടാക്കിയിട്ട് എടുക്കാം. ചൂടാറി കഴിയുമ്പോൾ നമുക്ക് ഈ മസാല ഒരു മിക്സിയുടെ ജാറിലൊന്ന് പൊടിച്ചെടുക്കാം. അപ്പോൾ സാമ്പാർ പൊടി പോലെയൊക്കെ വളരെ നൈസ് പൊടിയൊന്നും ആവണ്ട, ചെറിയ തരിതരിപ്പുള്ള പൊടിയാണ് ഈ ഒരു മസാല ഫ്രൈ ഉണ്ടാക്കാനായിട്ട് ഏറ്റവും നല്ലത്. നമുക്കിപ്പോൾ ഇവിടെ ഈ പൊടിക്കണ പൊടി ഫുള്ളായിട്ട് ഈ ഒരു കോവക്കായ ഫ്രൈക്ക് വേണ്ടി വരില്ല. നമ്മളിവിടെ 1/2 കിലോ കോവക്കായാണ് ഫ്രൈ ഉണ്ടാക്കാനായിട്ട് എടുക്കണുള്ളൂ. അപ്പോൾ അതിൻ്റെ അനുസരിച്ചുള്ള പൊടി ചേർത്താൽ മതിയാവും. അപ്പോൾ ഞാനിവിടെ ഒരു 2 ടേബിൾ സ്പൂൺ പൊടിയൊക്കെയാണ് ചേർക്കണുള്ളൂ. അപ്പോൾ നിങ്ങൾ എത്ര കോവക്കായാണോ എടുക്കുന്നത് അതിനനുസരിച്ചിട്ട് വേണം പൊടി ചേർക്കാനായിട്ട്. ബാക്കിയുള്ള പൊടി നമുക്ക് ഗ്ലാസ് ജാറിലോ പ്ലാസ്റ്റിക് കണ്ടെയ്നേഴ്സിലോ ഒക്കെ ആക്കിയിട്ട് സൂക്ഷിച്ച് വെക്കാവുന്നതാണ്. അപ്പോൾ പിന്നീട് നമുക്ക് കോവക്കായ ഫ്രൈ ഉണ്ടാക്കുമ്പോൾ ഈ ഒരു മസാല ഉപയോഗിക്കാവുന്നതാണ്. അതുപോലെ തന്നെ ഇത് വെണ്ടക്കായ കൊണ്ടും നമുക്ക് ഇതുപോലെ തന്നെ ഫ്രൈ ഉണ്ടാക്കാം. ആ സമയത്തും നമുക്ക് ഈ മസാലപ്പൊടി ഉപയോഗിക്കാവുന്നതാണ്. നമ്മളിപ്പോൾ കോവക്കായ ഉപ്പ് പുരട്ടി വെച്ചിട്ട് 1/2 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ഈ കോവക്കായ ഒന്ന് പിഴിഞ്ഞിട്ട് വേറെ പാത്രത്തേക്ക് വെക്കാം. അപ്പോൾ ഇതുപോലെ വെള്ളം ഊറ്റി കളയണ കാരണം നമ്മൾ ഈ കോവക്കായ ഫ്രൈ ഉണ്ടാക്കുമ്പോൾ പെട്ടെന്ന് അത് ഫ്രൈ ആയിട്ട് കിട്ടും. അതുപോലെ തന്നെ ഇത് കുഴഞ്ഞും പോവില്ല. നമ്മളിവിടെ ഒരു ഫ്രൈ പാനിൽ 1.5 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്. വെളിച്ചെണ്ണ ചൂടായിട്ട് വരുമ്പോൾ ഞാൻ അതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുകയാണ്. 1 പിടി വേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കാം. നമുക്കിനി വെള്ളമൊക്കെ കളഞ്ഞ് പിഴിഞ്ഞ് വെച്ചേക്കണ കോവക്കായ കൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. അപ്പോൾ ഗ്യാസ് സ്റ്റവ് എപ്പോഴും ലോ ടു മീഡിയം ഫ്ലെയിമിൽ വെച്ചാൽ മതി. നമുക്കിത് കുറച്ച് കൂടുതൽ നേരം വഴറ്റിയെടുക്കേണ്ടി വരും. അപ്പോൾ കോവക്കായ അടി പിടിക്കാണ്ടിരിക്കാനൊക്കെയാണ് പറയണത്. എപ്പോഴും ഗ്യാസ് സ്റ്റവ് ലോ ടു മീഡിയം ഫ്ലെയിമിൽ വെക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഇവിടെ ഞാൻ 1 സബോള നീളത്തിൽ സ്ലൈസ് ആയിട്ട് അരിഞ്ഞിട്ടുണ്ട്. അതുപോലെ 4-5 കാന്താരിമുളക് എടുത്തിട്ടുണ്ട്. നമ്മുടെ കോവക്കായ ഏകദേശം പകുതി ഫ്രൈ ആവുന്ന സമയത്ത് നമുക്ക് ഈ സ്ലൈസ് ആയിട്ട് അരിഞ്ഞു വെച്ചേക്കുന്ന സബോളയും അതുപോലെ തന്നെ പച്ചമുളകും കൂടി ചേർത്ത് കൊടുക്കാം. നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം വീണ്ടും കുറച്ച് നേരം കൂടി ലോ ടു മീഡിയം ഫ്ലെയിമിൽ ഫ്രൈ ചെയ്യണം.
ഇപ്പം നമ്മുടെ സബോളയുടെയൊക്കെ നിറം മാറിയിട്ടുണ്ട്. അതുപോലെ കോവക്കായ ഏകദേശം ഒരു 3/4 ഭാഗം ഫ്രൈ ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് നമ്മൾ നേരത്തെ പൊടിച്ചു വെച്ചേക്കണ മസാലപ്പൊടി ചേർക്കാം. അപ്പോൾ ഞാനിവിടെ ഒരു 2 ടേബിൾ സ്പൂൺ മസാലപ്പൊടിയാണ് ഇതിലേക്ക് ചേർക്കുന്നത്. ഇനി നമുക്ക് ഈ മസാലപ്പൊടി കോവക്കായയിൽ നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചിട്ടെടുക്കാം. ഇനി നിങ്ങൾ 1 സ്പൂൺ വെളിച്ചെണ്ണ അല്ലെങ്കിൽ 2 സ്പൂൺ വെള്ളം ഈ കോവക്കായ്ക്ക് ചേർക്കുക. കോവക്കായും മസാലയും തമ്മിൽ നന്നായിട്ട് മിക്സ് ആവാൻ വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ ചെയ്യണത്. അതിനുശേഷം ഈ കോവക്കായ 5 മിനിറ്റ് കൂടി ഫ്രൈ ചെയ്തിട്ടെടുക്കുക. ഈ ഒരു കോവക്കായ ഫ്രൈയുടെ ഏറ്റവും വലിയ അട്രാക്ഷൻ ഈ മസാലക്കൂട്ട് തന്നെയാണ്. അപ്പോൾ ഒരിക്കലെങ്കിലും ഈ ഒരു മസാലക്കൂട്ട് വെച്ചുള്ള കോവക്കായ ഫ്രൈ നിങ്ങൾ ഉണ്ടാക്കി നോക്കുക. തീർച്ചയായിട്ടും നിങ്ങൾ ഇത് ഇഷ്ടപ്പെടും. പിന്നെ നിങ്ങൾ എപ്പോഴും ഇങ്ങനെ തന്നെയാണ് കോവക്കായ ഫ്രൈ ഉണ്ടാക്കുള്ളൂ. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കണം. അതിനുശേഷം നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഞങ്ങളെ അറിയിക്കണം. അപ്പോൾ നമുക്ക് വീണ്ടും കാണാം മറ്റൊരു പുതിയ റെസിപ്പി ആയിട്ട്. അതുവരെ ബായ്.